എന്നും ഫീൽഡും തിരക്ക് കാരണം നമ്മുടെ സ്വന്തം പരിപാടികളെല്ലാം പെൻഡിങ്ങാണ്. നമ്മുടെ ഹൈ റേഞ്ച് ഫെർട്ടിലൈസറിൻ്റെ കമ്പത്തുള്ള അവരുടെ ഗോഡൗണിൽ വന്നതാണ്. അത് നമ്മൾ ഈ രാസവളം തന്നെ കൊടുത്തു കഴിയുമ്പോൾ മണ്ണിന് സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ലാതെ പോകും. നേരെ ഇവിടെ ഒന്നും വരാൻ സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഷോപ്പിലും ഇത് അവൈലബിളാണ്. നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു തോട്ടം, അതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ അടുത്ത പടിയായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് ചെയ്ത് ആ ഫീൽഡ് എങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ വീഡിയോയിലൂടെ നേരിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തെ തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ജൈവവളക്കൂട്ടുകൾ ഉപയോഗിക്കുന്ന, ജൈവവളക്കൂട്ടുകൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ജൈവവളക്കൂട്ടുകൾ രാസവളങ്ങളോടൊപ്പം നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു തോട്ടത്തിലേക്കാണ് നമ്മളിന്ന് ഗുരുജിയോടൊപ്പം പോകുന്നത്. ചെറിയ തോട്ടമൊന്നുമല്ല, വലിയ തോട്ടമാണ്. 250 ഏക്കർ വരുന്ന വലിയ ചെക്ക് ഡാമൊക്കെയുള്ള മനോഹരമായിട്ടുള്ള ഒരു തോട്ടമാണ്. തോട്ടത്തിന് അതിൻ്റേതായിട്ടുള്ള വലിയ വലിപ്പം കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കവാത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് എടുത്ത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ കായെടുപ്പ് 4ാമത്തെ റൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത്തരം തോട്ടത്തിൻ്റെ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അവിടെ മൾച്ചിങ് രീതിയാണ് അവർ പിന്തുടരുന്നത്. മണ്ണിടാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ്. കാരണം അത്രയും വലിയ തോട്ടത്തിൽ മണ്ണിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്താണെങ്കിലും അതിലെ മൾച്ചിങ്ങിൻ്റെ ലെയറുകൾ നമ്മൾ മാറ്റി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ജൂൺ ജൂലൈ മാസത്തിൽ ഇട്ടിരിക്കുന്ന ആ വളത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ട്രിപ്പ് വളം അവരിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഈ തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഗുരുജി ഇന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഗുരുജി നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ, നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഹൈ റേഞ്ചിൽ പോയിട്ട് ഓടിച്ച് പിണ്ണാക്ക് എല്ലാം കൂടി കൊണ്ടിട്ടതിൻ്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞായിരുന്നു. അതെ. അപ്പോൾ അത് ഇട്ടിരിക്കുന്ന ഒരു തോട്ടത്തിൽ നമ്മൾ വന്നു, ഒന്ന് പറയൂ. അന്ന് നമ്മൾ അതായത് ജൂലൈ ഓഗസ്റ്റിൽ ഇതൊന്ന് ആദ്യം കൊടുത്തായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ സ്റ്റെപ്പ് അവരിപ്പം ഇട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ആയതുള്ളൂ. 1 വീക്കിലെ മൊത്തം നല്ലപോലെ പൂത്തിട്ടുണ്ട്. അതിപ്പം അതിനകത്ത് സിങ്ക്, മഗ്നീഷ്യം, ബോറോൺ എല്ലാം കൂടി ചേർന്ന് വരുന്ന ആ കോമ്പിനേഷൻ ആയതുകൊണ്ട് വേറെ രാസവളമൊന്നും കൂട്ടിയില്ല, ഇത് തന്നെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പം മഴ പെട്ടെന്ന് കുറഞ്ഞു എങ്കിലും ആ മണ്ണിലുള്ള ഈർപ്പത്തിൽ അത് നല്ലപോലെ പൂത്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പണിക്കാരുടെ ഷോർട്ടേജ് കൊണ്ട് ഈ കായെടുപ്പും പരിപാടികളും എല്ലാം നടക്കുന്നുണ്ട്. വലിയ തോട്ടങ്ങളിലെല്ലാം ബാക്കി പണികളെല്ലാം ഭയങ്കര പെൻഡിങ്ങാണ്. കവാത്തൊക്കെ എടുക്കാൻ ആളെ കിട്ടാനില്ല, മണ്ണിടാൻ ആളില്ല. അപ്പോൾ എന്നിട്ടും നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു പോകുന്നൊരു തോട്ടമാണ്. ഇതിപ്പോൾ 3 റൗണ്ട് കായെടുത്ത് 4ാമത്തെ റൗണ്ട് എടുത്ത് വരുന്നു. 4ാമത്തെ റൗണ്ട് കായെടുത്ത് വരുന്ന തോട്ടമാണ്. ഇപ്പോഴും നല്ലപോലെ പഴുത്തും കിടക്കുവാണ്. അപ്പോൾ നല്ലപോലെ റൂട്ട് കോമ്പിനേഷനായി. നമ്മൾ ആദ്യം കൊടുത്തിട്ട് ഇപ്പോൾ 2ാമത് പിന്നെയും ഒന്നും കൂടി ഈ മുട്ടപ്പൊടിയും ഈ മിക്സർ പിണ്ണാക്കും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പുകയിലയും എല്ലാം കൂടിയുള്ള കോമ്പിനേഷനാണ് ഈ പ്രാവശ്യം കൊടുത്തത്. പിന്നെ അടുത്ത ഒരു കടലപ്പിണ്ണാക്കും എല്ലാം കൂട്ടി ഒരു ട്രെഞ്ചിങ് പോലെ അടുത്തത് കൊടുക്കാം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇത് ഇച്ചിരി താഴോട്ടിറങ്ങി വന്നത് ഇതുണ്ട്. ഇത് കവാത്തെടുക്കാത്ത ചെടിയുടെ ഒരവസ്ഥയും കൂടി കാണണമല്ലോ. ഇതാണ് ഇപ്പം മിക്ക വലിയ തോട്ടങ്ങളിലെയും ഒരു നേർചിത്രം. ഇതുപോലെ കവാത്തെടുക്കാൻ താമസം വരുമ്പോഴത്തേക്കും ആ പുതിയ ശരത്തിനിട്ടെല്ലാം നമ്മൾ എന്നാ മരുന്നടിച്ചാലും ഈ ചൊറിപ്പേൻ്റെ ആക്രമണം ഈ പ്രാവശ്യം വളരെ കൂടുതലാണ്. അത് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസേറിയം ഈ നല്ലപോലെ പോള പൊളിച്ച് വെട്ടം വെളിച്ചോ അടിച്ചാലോ നമ്മൾ എന്നാ ഫംഗിസൈഡ് അടിച്ചാലും അതിന് കൺട്രോൾ കിട്ടണമെങ്കിൽ നല്ല ഫംഗിസൈഡുകൾ കൊടുക്കണം. ഇതെല്ലാം നടക്കണേൽ നമ്മൾ ഈ സമയത്ത് കവാത്ത് എടുക്കണം. കവാത്ത് എടുക്കാനായിട്ട് ലേറ്റാകുന്നത് പണിക്കാരുടെ ഒരു കുറവാണ്. പിന്നെ ചെടിക്ക് ചുറ്റി ഇച്ചിരി മണ്ണും ഒക്കെ കൊടുത്ത് ഒരു DAP എല്ലാം കലക്കി ഒഴിക്കേണ്ട ആയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സമയം പോലെ ചെയ്താൽ മതി. ഇതിപ്പോൾ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മൈക്രോ ഇനിയും ഈ സ്യൂഡോ ട്രൈക്കോ വാമ അങ്ങനത്തെ സാധനം എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത്രയും നമ്മൾ ജൈവം മണ്ണിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് അതിനകത്ത് ഡെവലപ്പാകും. ടീച്ചർ, അതുപോലെ ഈ ജൈവം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പല രീതിയിലുള്ള സാധനങ്ങൾ പലരും പലതും ഇപ്പോൾ ചാണകം കൊടുക്കുന്നവരുണ്ട്, മറ്റ് ചാണകപ്പൊടി, ആട്ടിൻ്റെ പൊടി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ അതാണോ ഇപ്പം ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കൊടുക്കുന്നതാണോ കുറച്ചുകൂടി ഗുണകരം? ഇപ്പം അതിനകത്ത് പല ഇതാണ് ഓരോരുത്തരുടെ ചെയ്തു വരുന്ന ആ ഒരു പഴയ രീതികൾ സിസ്റ്റം ഉണ്ട്. ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ
നിമറ്റോഡിനെതിരെ ഒരു പ്രതിരോധം, അതുപോലെ ഈ വേരുപുഴു പോലത്തെ മീലിബഗ്, ഇങ്ങനെ മണ്ണിലുണ്ടാകുന്ന ഒട്ടുമിക്ക ചെറിയ വണ്ട് പുഴുക്കൾ അതിൻ്റെ മുട്ട അതെല്ലാം പോകാനായിട്ട് നല്ലത് നല്ല വേപ്പും പിണ്ണാക്കും ഈ പൊങ്ങും പിണ്ണാക്കും എല്ലാം കൂടി ആ ഒരു കോമ്പിനേഷൻ അത് നല്ലതാണ്. പിന്നെ ഈ ചാണകപ്പൊടിയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചാണകത്തിനൊക്കെ ഭയങ്കര കേടും പ്രശ്നങ്ങളും വേര് കേടും ഒക്കെയാണ്. അത് കൊടുക്കുന്നവരുണ്ട്, അതിൻ്റെ അതുപോലെ കെമിക്കലും അത് കൊടുക്കേണ്ടി വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമീകൃത ആഹാരമാണ്. ഇതിനകത്ത് ഈ മുട്ടത്തോടും അതിനകത്ത് ഈ മഞ്ഞൾപ്പൊടിയും പുകയിലയും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടുള്ള മണ്ണിൽ ഈ ചെറിയ പ്രാണി കീടങ്ങൾക്കെതിരെ ഒരു നല്ല ഒരു റിസൾട്ട് നമുക്ക് ഇത് കൊടുക്കുന്ന തോട്ടങ്ങളിൽ കാണുന്നുണ്ട്. വേരുകേട് ഒത്തിരി കുറവുണ്ട്. പിന്നെ സെറ്റിങ്സും എല്ലാം ചെടിയുടെ പുതിയ വരുന്ന ചിമ്പിൻ്റെ ആരോഗ്യവും കരുത്തും എല്ലാം നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പം നാലാമത്തെ റൗണ്ട് എടുത്ത് വരുന്ന ഇത് ഇപ്പോഴും നല്ല അരിമ്പും ഇതൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇതിപ്പം കുറച്ച് ദിവസമായിട്ട് ഇന്ന് എത്ര ഡേറ്റ് 17ആയി. 17-ാം തീയതി ഡിസംബർ 17 ഇത് മഴ ഒക്കെ കുറഞ്ഞു, മണ്ണിലെ ഈർപ്പം കുറഞ്ഞു വരുന്നു. ആ ഉള്ള ഈർപ്പത്തിൽ അത് പൂത്തിട്ടുണ്ട്. അത് അതിനകത്ത് ഇപ്പം ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഒത്തിരി ഫംഗസ്, ബാക്ടീരിയ ഇൻഫെക്ഷൻ അതിനെല്ലാം ഈ പിണ്ണാക്കയിൽ ചെറിയൊരു ശമനം നമുക്ക് കിട്ടും. ഇതെല്ലാം കൂട്ടി നല്ല ഒരു റിസൾട്ടാണ് ഞാൻ ഇട്ട ഫീൽഡുകളിലും ഞാനിപ്പോൾ എൻ്റെ സ്വന്തം തോട്ടത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇതിപ്പം നമ്മൾ ഇത് കഴിഞ്ഞ ആഴ്ച കൊടുത്ത് അവരിട്ട ഒരു ഫീൽഡാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. എല്ലായിടത്തും നല്ല റിസൾട്ടായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു ചിലവെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 1/2 കിലോ എല്ലുപൊടി, ഒരു 1-1.5 കിലോ ഇത് എല്ലാം കൂടി വരുമ്പോൾ ഒരു 80 രൂപയോളം പെർ പ്ലാന്റിന് ചിലവ് വരും. പക്ഷേ അത് ഈ വേനക്ക് മൊത്തം ചെടിക്ക് പുതിയ വരുന്ന ചിമ്പിനും എല്ലാം ഒരു ആരോഗ്യത്തിനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു കെമിക്കൽ കൊടുക്കുന്ന പോലെയല്ല. നമ്മളൊരു DAP-യോ പൊട്ടാഷോ ഫാക്ടംപോസോ ഒക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു റിസൾട്ടല്ല. ഇത് നമുക്ക് വേനക്ക് മൊത്തം ചെടിക്ക് കുറേശ്ശെ വേണ്ട മൂലകങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ്. ഇതിനകത്ത് സിങ്ക്, മഗ്നീഷ്യം, ബോറോൺ, അതുപോലെ തന്നെ ഈ ഹുമിക്, സീവീഡ്, അമിനോ, ഫൾവിക് എല്ലാം കോമ്പിനേഷനായിട്ട് വരുമ്പോഴത്തേക്കും അത് കുറേശ്ശെ ചെടിക്ക് അതിൻ്റെ പുതിയ വരുന്ന വേരിനും ചിമ്പിനും എല്ലാം ഒരു ആരോഗ്യത്തിന് വേണ്ടി ഉള്ളൊരു കോമ്പിനേഷനാണിത്. ഇതിപ്പോൾ കവാത്തെടുത്ത് വരുമ്പോഴത്തേക്കും ഇതുണ്ടോ ചെടിക്ക് ഈ യെല്ലോ ഷെയ്ഡ് ഇത്രയും കച്ചിയായിട്ട് കിടന്നിട്ട് കവാത്തെടുക്കാതെ വരുമ്പോഴത്തേക്കും ഫിസേറിയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ കവാത്തെടുത്തിട്ട് ഇനിയും ജനുവരി കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും കുറേ ഫിസേറി പിടിച്ച തട്ടകളെല്ലാം ഒടിയുകയൊക്കെ ചെയ്യും. ഇപ്പം നല്ല ഫംഗിസൈഡ് കൂട്ടി നല്ല ചൊറിപ്പേനും തണ്ടുതെറുപ്പിനും ഉള്ള മരുന്ന് അടിച്ച് പോവുക എന്നുള്ളതാണ്. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അടുത്ത് പുതിയ ശരം, എല്ലാ വർഷത്തെക്കാട്ടിലും വേനൽക്ക് ഉണ്ടാകുന്ന ശരങ്ങൾ കൂടുതലാണ് ഈ വർഷം. മഴ ഇതുപോലെ കൂടുതലായിട്ട് ഇപ്പോൾ 9-ാമത്തെ മാസം തുടർച്ചയായിട്ട് മഴ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സമയം തെറ്റി ഒത്തിരി ശരം ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര ട്രിപ്സിൻ്റെ അറ്റാക്കുമാണ്. എല്ലാ വർഷത്തെക്കാട്ടിലും കൂടുതലായിട്ട് ഈ ചൊറിപ്പൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് ഈ സമയം തെറ്റി വന്ന കാരണം അങ്ങനത്തെ സാധനങ്ങളുടെ എല്ലാം പെരുകിച്ച ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ അതിന് കൺട്രോൾ കിട്ടുന്ന നല്ല മരുന്നും നല്ലൊരു ഫംഗിസൈഡും കൊടുക്കുക. പിന്നെ ഈ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് പോലത്തെ സാധനം ചുറ്റിയിട്ട് ചെടിക്ക് മണ്ണും കൊടുക്കുക. ചെറുകിടക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് മണ്ണും ഒക്കെ ഇട്ട് പോകാൻ പറ്റും. ഈ വലിയ തോട്ടങ്ങളിലൊക്കെ ഇങ്ങനത്തെ പരിപാടി നടക്കുള്ളൂ. വാരി ഇടുക, ഇട്ടിട്ട് ബാക്കി അടുത്ത പരിപാടികളിലോട്ട് പോവുക എന്നുള്ളതല്ലാതെ നമുക്ക് മണ്ണ് കൊടുപ്പും പരിപാടിയൊന്നും ചെയ്യാനായിട്ട് സമയത്ത് ആളെയും കിട്ടത്തില്ല. ഇത്രയും ഏക്കർ സ്ഥലത്ത് മണ്ണിടിയിലൊന്നും നമുക്ക് പ്രായോഗികമല്ല. അപ്പോൾ മൾച്ചിങ് രീതിയാണ്. ഇതുപോലെ ഈ എല്ലുപൊടി പിണ്ണാക്കും എല്ലാം കൂടി വാരിയിട്ട് നല്ലപോലെ മൾച്ചിങ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു 20-25 വർഷം പഴക്കമായ ചെടികളാണ്. ഇത് ഈ ചപ്പിൻ്റെ മുകളിൽ കൂടി തന്നെ ഇതുണ്ട്. ഇത് കംപ്ലീറ്റ് മൾച്ചിങ് സിസ്റ്റമാണ്. മൾച്ചിങ് സിസ്റ്റത്തിൻ്റെ കാര്യം ഈ സമയത്ത് മണ്ണിടിയിലോ പരിപാടിയോ ഒന്നും നടപടിയുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ മൾച്ച് ചെയ്ത് തന്നെ പോവും. പിന്നെ ഈ വർഷത്തിൽ ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഈ വളം, ഈ എല്ലുപൊടി, പിണ്ണാക്ക് ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കും. പിന്നെ ബാക്കിയെല്ലാം ട്രെഞ്ചിങ് ആണ്. പിന്നെ വർഷത്തിൽ DAP, ഫാക്ടംപോസ് പോലത്തെ ഈ നല്ല സീസൺ തുടങ്ങുന്ന സമയത്ത് 2 പ്രാവശ്യം തൂളി കൊടുക്കും. പിന്നെ ഫോളിയർ പോലത്തെ സാധനങ്ങളൊക്കെ അടിച്ചും കൊടുക്കും. ഇനി ഇതിനെല്ലാം ചിമ്പടിക്കണം. പഴയ തട്ടയെല്ലാം മണ്ട വെച്ച് വെട്ടി കളഞ്ഞൊക്കെ നിർത്തിയേക്കുന്നതാണ്. ഇതിനിപ്പം കാറ്റടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ തട്ടയൊക്കെ ഓടിയും. അതുപോലെ ഫിസേറിയം കൂടുതൽ ഈ കവാത്തൊക്കെ എടുക്കാൻ ലേറ്റായതുകൊണ്ട് ഈ ഫിസേറിയം ഒന്നും നമുക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. വലിയ തോട്ടക്കാരുടെ എല്ലാം ഒരവസ്ഥ ഇതാണ്. ഈ ചെറുകിടക്കാർക്കാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സമയത്ത് പണികൾ ചെയ്ത് തീർത്ത് അടുത്ത പണികളിലോട്ട് പോകാൻ പറ്റും. ഇതുപോലെ കായുമായിട്ട് നിൽക്കുമ്പോൾ ഇതുകൊണ്ട് കായെല്ലാം മഞ്ഞപ്പഴമായിട്ട് കിടക്കുക. ഇതിപ്പോൾ 4-ാമത്തെ റൗണ്ട് എടുത്ത് വരുവാണ്. ഇതുകൊണ്ട് മഞ്ഞപ്പഴമാണ്.
കായ്ക്ക് അത്യാവശ്യം സൈസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് ഈ ബയോ എല്ലാം മണ്ണിൽ കൊടുക്കുന്നതാണ്. ഇത് പിന്നെ മിത്ര ബാക്ടീരിയകൾ സ്യൂഡോ ട്രൈക്കോ വാം അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കും. അപ്പോൾ ഈ പിണ്ണാക്കെല്ലാം കൂടി കൊടുത്തിട്ട് അത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിന് നല്ലൊരു റിസൾട്ടാകും. ഇതിൻ്റെ ഇനി അങ്ങോട്ട് കിടക്കുമോ, ഇതിങ്ങനെ വലിയ തോട്ടമാണ്. ആ ഭാഗങ്ങളെല്ലാം ഇനി കവാത്തെടുക്കാനായിട്ട് കിടക്കുക. കവാത്തെടുക്കാത്ത ചെടിയൊരു ഷേപ്പ് ഉണ്ടോ, അതിനകത്തോട്ട് ഈ പുതിയ ശരത്തിനകത്തോട്ട് മരുന്നടിച്ചാൽ കയറുമോ? അതാണ് ഈ ട്രിപ്സിന് കൺട്രോൾ കിട്ടാത്തതിൻ്റെ ഒരു കാരണം. അതും കൂടിയുണ്ട്. ഈ വലിയ തോട്ടങ്ങളിലെല്ലാം അതൊരു പ്രശ്നമാണ്. ഈ കവാത്തൊക്കെ എടുക്കാനായിട്ട് ഇപ്പം വണ്ടിക്കാരെ വിളിച്ചാലും വരത്തില്ല. ഹിന്ദിക്കാർക്ക് പോലും മടിയാണ് കവാത്തെടുക്കാൻ. അതുപോലെ പഴുത്ത് കിടക്കുക, എടുക്കാൻ ആളെ കിട്ടുന്നില്ല. എല്ലായിടത്തും ഓവർ ടൈമും എല്ലാം വെച്ചാണ് തൂക്കത്തിനും ഒക്കെയാണ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പറഞ്ഞില്ലായിരുന്നു അവൻ്റെ ഈ ഇത്രയും മഴ കൂടുതൽ പെയ്ത് മണ്ണിലെ വളങ്ങളെല്ലാം പോയി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ സമീകൃതമായിട്ടുള്ള ഈ എല്ലുപൊടി ഇതുകൊണ്ട് ഇങ്ങോട്ട് കാണിച്ചേ, ഇത് കണ്ടോ, ഈ ഇതിൻ്റെ സൈസ് കണ്ടോ, ഇതിൻ്റെ അരി കണ്ടോ, ഇതിൻ്റെ അരിയുടെ വലിപ്പം കണ്ടോ, ഇതെല്ലാം ഒരു 25 അരി അതിലുമുണ്ട്. ഇതുണ്ടോ അരിയുടെ തിക്നെസ് കണ്ടോ, 25 അരി കുറയാതെ അരിയുണ്ട്. ഇപ്പം ഇതെല്ലാം വന്നതിൻ്റെ കാര്യം റൂട്ട് നല്ലതായിരുന്നു. പിന്നെ അതിന് വേണ്ട മണ്ണിൽ സപ്പോർട്ട് ചെയ്യാണ്ട് നമ്മൾ കെമിക്കൽ കൊടുത്താലും മണ്ണിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ ജൈവം കൂടി വേണമല്ലോ. മണ്ണിലല്ലാതെ എടുത്തെടുത്ത് തീർന്നു പോയിട്ട് നമ്മൾ പിന്നെ കൊടുക്കാതിരുന്നിട്ട് കാര്യമുണ്ട്. അതിനാണ് ഈ മുട്ടപ്പൊടിയും അതുപോലെ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും പൊങ്കും പിണ്ണാക്കും ആവണക്കും പിണ്ണാക്കും എല്ലാം കൂടി ചേർന്ന ആ ഒരു വളം അതിൻ്റെ ഒരു റിസൾട്ട് ഒന്ന് വേറെയാണ്. ഇനി ഈ കവാത്തും കൂടിയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇന്ന് നല്ലപോലെ ചിമ്പിലോട്ട് വന്നോളൂ. ഇത് ചെറുകിടക്കാരാണ് ഇതിന് നല്ലപോലെ മണ്ണും കൂടിയൊക്കെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചിമ്പാകും. ഇതൊരു 15 മാസം പ്രായമായ ഇളവര ചെടികളാണ്. ഇതിൻ്റെ ഒരു പണിയുടെ ഒരു സിസ്റ്റം രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വലിയ രാസവളമൊന്നും കൊടുത്തിട്ടില്ല. നല്ല എല്ലുപൊടി പിണ്ണാക്ക് അങ്ങനത്തെ സാധനങ്ങളിട്ട് ചപ്പ് കംപ്ലീറ്റ് മൾച്ചിങ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്ത് കൊണ്ടിരുന്ന തോട്ടമാണ്. പിന്നെ നല്ലപോലെ മിത്ര ബാക്ടീരിയകൾ സ്യൂഡോ ട്രൈക്കോ അങ്ങനത്തെ സാധനവും മണ്ണിൽ ഒഴിച്ചു കൊടുത്ത് കൊണ്ടിരുന്ന ഒരു ഇളവര ചെടികളാണ്. ഇതിനകത്ത് കിടക്കുന്ന ഇതിൻ്റെ ചല്ലി വേരുകൾ കണ്ടോ. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ഈ പിണ്ണാക്കിനകത്ത് കൊടുത്തേക്കുന്ന മുട്ടപ്പൊടി, ഇതെല്ലാം മുട്ടപ്പൊടിയുടെ പീസുകളും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാമായിട്ട് ചല്ലി വേരുകളാണ്. ഇതുകൊണ്ട് നല്ല ഫൈബർ റൂട്ട്സാണ്. ഉണ്ടോ, ഈ മൾച്ചിങ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഉള്ള ഒരു ഗുണമാണത്. അത് നല്ലപോലെ ചപ്പിനകത്തുകൂടി അതങ്ങ് ഫോം ആയിക്കൊണ്ടേയിരിക്കും. ചെടിയുടെ ചോട്ടിൽ എപ്പോഴും ഒരു നമ്മൾ ഈ ഇത്രയും സാധനങ്ങൾ കൊടുത്ത് ഒരു ജൈവാംശം ഉണ്ട്. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തേക്കുന്നതാണ് ഈ മോളിക്കൂടി കിടക്കുന്നത്. ഇത് ജൈവമായിട്ട് കിടക്കുന്നുണ്ടോ, അത് മഴയൊക്കെ പെയ്ത് പയ്യെ അടുത്ത് അങ്ങ് ഇറങ്ങിക്കോളും മണ്ണിലോട്ട്. നമ്മൾ ചെടിയുടെ ചുവട്ടിലോട്ട് കയറ്റി ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഇത് വേരവിടെ വന്ന് എടുത്തോളും. അത്രയും വേര് പടലം ഉണ്ടെങ്കിൽ ചെടിക്ക് ഇതെല്ലാം കിട്ടും. ഇതിൻ്റെ ഇപ്പുറത്തോട്ട് കാറ്റ് പിടിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഒടിച്ച് കളഞ്ഞിട്ട് മാറ്റി വെച്ച ചെടികളാണ്. ഇത് വലിയ ചെടിക്ക് ഇപ്പം കവാത്തെടുത്ത് കഴിഞ്ഞപ്പം ഞാൻ ഈ പറഞ്ഞ വിസേരത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറേ തട്ടയൊക്കെ ഒടിയുന്നൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ലോഡായിട്ട് അതുപോലെ ശരവും കായുമായിട്ടാണ് ചെടി നിൽക്കുന്നത്. അന്നേരം ഈ പ്രശ്നങ്ങൾ കൂടും. ചെടിക്ക് കാ കൂടി കഴിയുമ്പോഴത്തേക്കും അത് ചെടിക്ക് എന്തായാലും സ്ട്രെക്സാണ് അത്രയും കായ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും ആരോഗ്യത്തിനകത്തും ശകലം കുറവ് വരും. നമ്മുടെ കെയറിങ് ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഫംഗിസൈഡുകളുടെ ഉപയോഗവും അതുപോലെ സമയത്ത് കവാത്തെടുക്കാതെ ഷെയ്ഡ് വെട്ടാതെയൊക്കെ വരുമ്പോഴത്തേക്കും പ്രശ്നങ്ങളാവും. ഈ മണ്ണിൽ ഇതുപോലെ ജൈവവളം കൊടുക്കുന്നതുകൊണ്ടാണ് ഈ കായ്ക്ക് ഈ പ്രാവശ്യം എല്ലാവർക്കും പറ്റിയൊരു കുഴപ്പം, കായ്ക്ക് തീരെ സൈസില്ല. ഇതുകൊണ്ടോ കായയുടെ സൈസ് നല്ല സൈസിൽ കായ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇതെല്ലാം എടുത്തു പോകാറായ കായാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന കായയുടെ എല്ലാ സൈസും ഉണ്ട്. മണ്ണിൽ സപ്പോർട്ടിങ് വേണം. നമ്മൾ കെമിക്കൽ തന്നെ കൊടുത്ത് പോളിയർ തന്നെ അടിച്ചു കൊടുത്ത് രാസവളം തന്നെ മണ്ണിലും കൊടുത്താലൊന്നും ഇത് കിട്ടത്തില്ല. ഇതിന് കിട്ടണമെങ്കിൽ മണ്ണിൽ ഇതുപോലെ സപ്പോർട്ടിങ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് ഈ രാസവളം ഇടാൻ നമുക്ക് കൊടുക്കാനും കലക്കി ഒഴിക്കാനും ഒക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പോൾ ഈ ജൈവം കൊടുക്കുന്നവർക്ക് ഇപ്പം ഏറ്റവും നല്ലൊരു സമയമാണ്. ഈ പിണ്ണാക്ക് എല്ലുപൊടി പോലത്തെ സാധനങ്ങൾ ഇട്ടുകൊണ്ട് ചെടിയോട് ശകലം ചേർത്ത് ഒരു 1.5 കിലോ ആയാലും ഏറ്റവും കുറഞ്ഞത്
കൊടുത്തുകൊണ്ട് ചെടിക്ക് മണ്ണ് കയറ്റി കൊടുത്ത് അതിന് പുറമെ നമുക്ക് DAP പോലത്തെ വളവും കൂടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ചിമ്പടിക്കാനുള്ള പരിപാടികൾ ചെടി തുടങ്ങും. അത് കഴിഞ്ഞിട്ടും മതി, ജനുവരി പകുതിയൊക്കെ ആയിട്ട് മതി നമ്മൾ CN കൊടുക്കുന്നത്. ഇപ്പം നമുക്കൊരു DAP, പൊട്ടാഷ് അങ്ങനത്തെ സാധനങ്ങൾ മൈക്രോ ഫുഡും എല്ലാം കൂടി കൂട്ടി കൊടുത്താൽ കുറച്ച് കായ്ക്കും കൂടി കിട്ടും. പുതിയ നിൽക്കുന്ന പഴയ ശരത്തിൽ ഒരു ബൂസ്റ്റിങ്ങും കൂടി കിട്ടും. പുതിയ വരുന്ന ചിമ്പിനും ഒരു കരുത്തും ആരോഗ്യമൊക്കെ ആകും. പിന്നെ ഈ സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ഈ വളങ്ങളും പുതിയ ചിമ്പിൻ്റെ വളർച്ചയ്ക്കും എല്ലാം സഹായിക്കും. നമുക്കത് ഇപ്പം കെമിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം ഒരു 10-20 ദിവസം അതിൻ്റെ ഒരു പണി നടക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തേക്ക് നമുക്ക് ചെടിക്ക് വേണ്ട കുറേശ്ശെ ഫുഡ് കിട്ടിക്കൊണ്ടേയിരിക്കും ഈ പിണ്ണാക്ക് ഐറ്റംസിനകത്തു നിന്നെല്ലാം. ഇതുണ്ടോ സുമേഷ് ഭായി, ഈ ചെടിയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതിന് അത്യാവശ്യം ഈ സമയത്താണേലും ഇത്രയും കരുത്തും ആരോഗ്യമുള്ള ശരങ്ങളും ഉണ്ടായി വരുന്നുണ്ട്. പുതിയ ചിമ്പുമുണ്ട്, അത്യാവശ്യം കായും സൈസും എല്ലാം വരുന്നതിൻ്റെ കാര്യം ഈ മണ്ണിൽ നമുക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഇതുകൊണ്ട്. ഈ ശരത്തിൻ്റെയൊക്കെ നീളം കണ്ടോ, നല്ല ലെങ്തി ആയിട്ടുള്ള ശരവും സെറ്റിങ്സും കായയുടെ സൈസും കണ്ടോ. നമുക്ക് എല്ലാം ഒന്നിച്ച് കിട്ടുന്നതിൻ്റെ കാര്യം ഈ മണ്ണിൽ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിങ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അതിനകത്ത് ഈ ജൈവവളം ഒരു മെയിൻ ഘടകമാണ്. ഇത് കണ്ടോ, ഇത് ഈ സ്ഥലത്തോട്ട് നോക്കി, ഇവിടെ ഈ ലെവലിൽ പാറയാണ്, ഒറ്റപ്പാറ, ഇത് ഇങ്ങനൊരു പാറയാണ്. ഈ പാറയുടെ കൊണ്ട് തടിയും ഒക്കെ എടുത്ത് വെച്ച് മണ്ണിട്ട് പിടിപ്പിച്ചേക്കുന്ന ചെടികളാണ്. ചെടിക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് കിട്ടുന്നതിൻ്റെ ഘടകം ഈ കൊടുക്കുന്ന ഈ വേപ്പിൻ പിണ്ണാക്കും ഈ 8 കൂട്ടം പിണ്ണാക്കുകളും സാധനങ്ങളും എല്ലുപൊടിയും ഈ മുട്ടപ്പൊടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. നമ്മൾ ഇതിന് ഏലച്ചെടിയുടെ വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അടിയിലോട്ട് പോകുന്ന സാധനങ്ങളല്ല. ഇതെല്ലാം മോൾ ഭാഗത്തുകൂടി ഉള്ള ഒരു സപ്ലൈയും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അതിനെ നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ്. ആ വേര് പോകാതെയും ആ വേരിന് സപ്പോർട്ടായിട്ടുള്ള ഫുഡും എല്ലാം കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിലുള്ള ക്രോപ്പ് കിട്ടും. അത് 2-3 പ്രാവശ്യം ആയാലും നമുക്ക് കൊടുത്താൽ അത്ര നല്ലത്. എന്താണെന്ന് ചോദിച്ചാൽ ഈ മണ്ണിൽ മഴ കൂടി കഴിയുമ്പോഴത്തേക്കും മണ്ണിലെ വളങ്ങൾ കംപ്ലീറ്റ് പോകും. അപ്പം നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ള ഇത് പൗഡർ ഫോമിലുള്ള ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെടിക്ക് ഒരു 3 മാസത്തേക്കുണ്ട് ഒരു പ്രാവശ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ചെടിയുടെ വലിപ്പം നോക്കി, ഇതൊരു 150 ചിമ്പായാലും ഈ ചെടിക്കുണ്ട്. ഇത് കൃത്യം പാറയാണ്. ഇത് ഈ പാറയുടെ അടിയിൽ മണ്ണിട്ടിട്ട് നിൽക്കുന്ന, അതിൻ്റെ മുകളിൽ നമ്മൾ ആ കൊടുത്ത് സംരക്ഷിക്കുന്നതിൻ്റെ ആ ഒരു മെച്ചമാണ് ഈ ചെടിയിൽ കാണുന്നത്. ചെടി നിൽക്കുന്നുണ്ടോ? ഈ ആലാമരം നിൽക്കുന്നിടത്തൊന്നും ഒരിടത്തും ചെടി ഉണ്ടാകുന്നതല്ല. ഇത് ഈ പുറമേ നമ്മൾ കൊടുക്കുന്ന ഈ ജൈവ സമ്പത്ത് കൊണ്ടാണ് ഈ ചെടി ഇതുപോലെ നിൽക്കുന്നത്. മൊത്തം എടുത്തിട്ട് അതെ. ഇത് കണ്ടോ, ഇത് പാറക്കാട്ടിലും ദോഷമുള്ള സാധനമാണ് സുമേഷ് ഭായി. ഈ വേര്, ഈ ചേലമരത്തിൻ്റെ ആലാമരം പോലത്തെ മരത്തിൻ്റെ വേര് ഇതിനകത്ത് ഇത് കണ്ടോ, ഈ ചെടി ഇതുപോലെ നിൽക്കുന്നതിൻ്റെ കാര്യം അതിന് റെഡിമെയ്ഡ് ഫുഡ് മുകളിൽ കൊടുക്കുന്നതുകൊണ്ടാണ്. ഇതുണ്ട്, ഇതിപ്പോൾ എല്ലുപൊടി, ഇത് മറ്റേ മുട്ടപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇത് ചുമ്മാ ചപ്പിൻ്റെ മണ്ടയിൽ കൂടി ഇങ്ങനെ വാരി എറിയുക. എന്നിട്ട് ഇനി മിസ്റ്റം ഓടിച്ചൊന്ന് നനച്ചും കൂടി വിട്ട് കഴിയുമ്പോൾ അത് പയ്യെ കുറച്ച് അങ്ങ് ഇറങ്ങിക്കോളൂ. അല്ലാതെ ഈ ചപ്പെല്ലാം മാറ്റിയിട്ടെല്ലാം ഇടാൻ നോക്കിയാൽ ആളെയും കിട്ടാനില്ല, ഒന്നുമില്ല. സമയത്ത് പണിയും നടക്കുകയില്ല, ഒന്നുമില്ല. ഇത് മൊത്തത്തിൽ അങ്ങ് വാരി തട്ടുവാണ്. ഇതിപ്പോൾ 2-3 ലെയറായി ഇങ്ങനെ ഇട്ടിട്ടേ. ഇവിടെ എല്ലാം ഇപ്പോൾ കായെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടോ കംപ്ലീറ്റ് മൾച്ചിങ് സിസ്റ്റം തന്നെയാണ്. നമ്മൾ ഈ ചപ്പ മണ്ണിടാനായിട്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പണിക്കാരില്ല. ഇതുണ്ടോ, ഇത് ഇട്ടിട്ട് ഇതിപ്പം നമ്മൾ ഇപ്പോൾ ഇന്ന് ചെറിയൊരു മൂടലും ചെറിയ മിസ്റ്റും ഉണ്ട്. ആ ഒരു ഈർപ്പം മതി ഇത് മൊത്തം നല്ലപോലെ പൂത്ത് സെറ്റാവും. ഇതുകൊണ്ട് ഇതിനകത്തെല്ലാം നല്ലപോലെ മുട്ടപ്പൊട്ടിയുടെ അംശമുണ്ട്. ഒന്ന് സൂം ചെയ്ത് കാണിച്ച്. ഇതുണ്ടോ, വെള്ളത്തരികളെല്ലാം നല്ലപോലെ കാൽസ്യം ചെടിക്ക് കിട്ടും. എല്ലാം ഉണ്ട്. എല്ലാം അടങ്ങിയ ഒരു സമീകൃത ആഹാരമാണ്. നമ്മൾ വർഷത്തിൽ 2-3 പ്രാവശ്യം അത് കൊടുക്കും. ഓരോരുത്തരൊരു ഇഴുകു എന്നൊക്കെ പറയും. ഇതിനകത്ത് എവിടെയായാലും ഒരു അഴുകിലോ തട്ടമറിച്ചിലോ എന്നാലും നമുക്ക് കാണാൻ പറ്റുമോ? അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ആ ഫംഗസ് ഉണ്ടെങ്കിൽ അത് എന്നാ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവിടെ അഴുകലുണ്ടാകും. നമ്മൾ അതിനെ അഴുകൽ പ്രശ്നമുള്ളിടത്ത് നല്ല ഫംഗിസൈഡ് കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്ത് അടുത്ത പരിപാടിയിലോട്ട് പോവാം.
പിന്നെ ഇതെല്ലാം അരിപ്പുണ്ട്. ഇതിപ്പം അടുത്തൊരു വോളിയർ കൊടുത്ത് ഒരു വെള്ളമൊക്കെ നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ കായ ആയിക്കോളും. നല്ലൊരു ഫംഗിസൈഡും ഈ ട്രിപ്സിനുള്ളൊരു മരുന്നും കൂടി അടുത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഈ ശകലെല്ലാം നല്ല തെളിഞ്ഞു വരും. അതിൻ്റെ പുറമെ ഒരു ഫോളിയറും കൂടി എടുത്ത് കഴിയുമ്പോഴത്തെ അടുത്ത സ്റ്റെപ്പ് കാ കയറുമില്ലേ. ആ മണ്ണ് ഉണങ്ങുമല്ല, അതിനടിയിൽ എപ്പം നോക്കിയാലും ഈർപ്പവും പുതിയ വേരും എല്ലാം കാണും. ഈർപ്പം നിലനിർത്തി കൊടുക്കണം. ഇതുകൊണ്ട് ചെല്ലുവരുണ്ട്, ഇതുകൊണ്ട് തോടുന്നിടത്തല്ല ചെല്ലുവരുണ്ടോ.